വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽ ആക്ട് 1960 ആണ് കേട്ടോ. സോ ഇതെന്തിനു കൊണ്ടുവന്നു, അതായത് നമ്മൾ മൃഗങ്ങളോടെതിരെ കാണിക്കുന്ന ക്രൂരതയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആനിമൽ ആക്ട് 1960 കൊണ്ടുവന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ 1890 ഉണ്ടായിരുന്നതാണ്. പിന്നെ അതൊക്കെ റിഫ്രഷ് ഒക്കെ ചെയ്ത് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് 1960 ഒക്കെ കഥയൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെഫിനേഷൻ അറിയണം. ഫസ്റ്റ് വൺ ഈസ് ആനിമൽ എന്ന് വെച്ചാൽ എന്താണ്? എനി ലിവിങ് ക്രിയേച്ചർ അതർ ദാൻ ഹ്യൂമൻ ബീങ്. ഹ്യൂമൻ ബീങ് അല്ലാതെ ഏത് ജീവനുള്ള ക്രിയേച്ചറിനെയും എന്തെന്ന് പറയും? ആനിമൽ എന്ന് പറയും. അപ്പം നിങ്ങൾ ആലോചിക്കും എന്തിനെങ്ങനെ ഡെഫിനേഷൻ പഠിക്കണേ? അതേ നിയമം എഴുതുമ്പോൾ ആനിമൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ ആൾക്കാർക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. അപ്പം അതുകൊണ്ടാണ് മനുഷ്യനല്ലാതെ ഏതൊരു ക്രിയേച്ചറും ആനിമൽ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബോർഡാണ് എസ്റ്റാബ്ലിഷ് അണ്ടർ സെക്ഷൻ 4 ആൻഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 5A. അതായത് നമുക്ക് ഈ ഒരു ആനിമൽ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രൂവൽറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു ബോർഡുണ്ട്. ആ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് സെക്ഷൻ 4 അണ്ടറിലും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് നമ്മൾ വീണ്ടും പുനരായിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് സെക്ഷൻ 5A അണ്ടറിലാണ്. അത് രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്യാപ്റ്റീവ് വൺ ഈസ് പറയുന്നത് ക്യാപ്റ്റീവ് ആനിമൽ ആണ്. ക്യാപ്റ്റീവ് ആനിമൽസ് നമ്മളെ സിംഗം, പുലി, ചിങ്കം എന്നൊക്കെ പറയില്ലേ, കുരങ്ങൊക്കെ ഇല്ലേ, അവരൊക്കെ ക്യാപ്റ്റീവ് ആനിമൽ ആണ്. ബേസിക്കലി പറയുന്നത് എനി നോൺ ഡൊമസ്റ്റിക് ആനിമൽ ഇൻ ക്യാപ്റ്റിവിറ്റി, കോൺഫിനമെന്റ് ഓർ സബ്ജക്ട് ടു അപ്ലൈൻസ് പ്രിവെന്റിംഗ് എസ്കേപ്പ്. അതായത് നമ്മൾ കൂട്ടിലിട്ടിട്ട് വളർത്തില്ലേ, അത് തന്നെയാണ് ക്യാപ്റ്റീവ് ആനിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൂട്ടിലിട്ട് സിംഹം, പുലി, കുരങ്ങനെയൊക്കെ വളർത്തില്ലേ, അതിനാണ് ക്യാപ്റ്റീവ് ആനിമൽ എന്ന് പറയുക. ഡൊമസ്റ്റിക് ആനിമൽ അറിയാലോ, നമ്മൾ മെരുക്കി മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ടേം ചെയ്ത് വളർന്നതാണ് നമ്മൾ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയാം. അപ്പോൾ ഡെഫിനേഷൻസ് ആണ് നോക്കി വെക്കുക. സോ അഡീഷണൽ ഡെഫിനേഷൻ ഉണ്ട് ലോക്കൽ അതോറിറ്റി. നമുക്ക് നമ്മുടെ ലോക്കൽ അതോറിറ്റി ആരൊക്കെയാണ്? മുനിസിപ്പൽ കമ്മിറ്റി, ഡിസ്ട്രിക്ട് ബോർഡ് അതോറിറ്റി ഒക്കെയാണ് നോർമലി ഈ ഒരു കാര്യങ്ങളിൽ വരിക. പിന്നെ ഓണേഴ്സ് എന്ന് വെച്ചാൽ ആരാണോ പൊസഷൻ ചെയ്യുന്നത്, ആരാണോ ഓണേഴ്സ്, അതിന്റെ ഓണേഴ്സ്. ആൻഡ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊജക്ടിന് വേണ്ടി ആനിമൽസിനെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ. ചില എക്സ്പെരിമെന്റിനൊക്കെ മനുഷ്യരിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം എന്ത് ചെയ്യും? മൃഗങ്ങളെ പഠിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് ആനിമൽസിന് ഉപയോഗിക്കാറുണ്ട്. നോർമലി ഫിസിക്കൽ, കെമിക്കൽ, നേച്ചർ, ഫിസിയോളജിക്കൽ, ബയോളജിക്കൽ നോളജിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് നമ്മൾ എക്സ്പെരിമെന്റ് എന്ന് പറയാം. അപ്പം ഇത് നമുക്ക് അത്യാവശ്യമില്ല, മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇനിയാണ് നമ്മുടെ കാര്യം നടക്കാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ലോ ആക്ട് അല്ലെങ്കിൽ ലോ. സോ ബേസിക്കലി പ്രൊമോട്ട് ആനിമൽ വെൽഫെയർ, അതായത് മൃഗങ്ങൾക്ക് എതിരെ നടക്കുന്ന കാര്യങ്ങളെ എന്താണ് നമുക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവരുടെ വെൽബീങ്, അവരുടെ സൊസൈറ്റി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ അവരെ അപ്ഹോൾഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്രൂവൽറ്റി കുറയ്ക്കുക, അവരുടെ അഗെയിൻസ്റ്റ് ഉള്ള അവരെ വേദനിപ്പിക്കുന്ന, അവരെ സഫർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കുറയ്ക്കുക. ആൻഡ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ്, അതായത് ഒരു മൃഗത്തിനെ എങ്ങനെ വളർത്തണം, ഏത് രീതി ബ്രീഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ആക്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മുടെ ഈ പ്രിവെൻഷൻ അഗെയിൻസ്റ്റ് ആനിമൽ ക്രൂവൽറ്റി എന്ന് പറയുന്നതിനോട് വരുന്ന ഈ ലോയ്ക്കകത്ത് എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന 3 പോയിന്റ്സ് ആണ് ഇത്രയും കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IAEC എന്ന് പറയും. ഇതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആനിമൽസിനെ എക്സ്പെരിമെന്റ്സിന് ഉപയോഗിക്കില്ലേ, ലബോറട്ടറി എക്സ്പെരിമെന്റ്സിനൊക്കെ ഉപയോഗിക്കില്ലേ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി ഉണ്ടാവുക. ഇപ്പൊ കോളേജ് ആകാം, അല്ലെങ്കിൽ വലിയ വലിയ ലാബുകളാകാം, അങ്ങനെയുള്ള എവിടെയാണോ ആനിമൽസിനെ ഉപയോഗിക്കുക അവിടെയൊക്കെ എന്തുണ്ടാവും? ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി ഉണ്ടായിരിക്കും. റെക്കഗ്നീഷൻ പറയുവാണെങ്കിൽ ഇതൊരു രജിസ്റ്റേർഡ് കമ്മിറ്റിയാണ്. ഇവരാണ് കൺട്രോളും സൂപ്പർവിഷനും കാര്യങ്ങളും ചെയ്യേണ്ടാവാം. ഇനി ഓപ്പറേഷൻ പറയുന്നത് കമ്മിറ്റിക്ക് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓവർ സൈറ്റ് ആണ്. എൻഷുർ എക്സ്പെരിമെന്റ് ആസ് പെർഫോം വിത്ത് ഡ്യൂ കെയർ ആൻഡ് ഹ്യൂമാനിറ്റി. അതായത് നമ്മൾ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ കെയർ ഒക്കെ കൊടുത്ത് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കാണിക്കണമല്ലോ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആനിമൽ എത്തിക്കൽ കമ്മിറ്റി ആവശ്യം. ഇനി IAEC-ക്കകത്ത്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആനിമൽ എത്തിക്കൽ കമ്മിറ്റിക്കകത്ത് ആരൊക്കെയുണ്ട്? ദ ഫസ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ സയന്റിസ്റ്റ്. അതായത് നമുക്കൊരു ബയോളജിക്കൽ സ്റ്റഡീസ് പഠിക്കുന്നതിനുള്ള ഒരു ബയോളജിക്കൽ സയന്റിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ 2 ഡിഫറെന്റ് ബയോളജിക്കൽ ഡിസിപ്ലിൻസ്, 2 ഡിഫറെന്റ് ബയോളജിക്കൽ ഏരിയ എന്നുള്ള സയന്റിസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഒരു വെറ്റിനറിയൻ ഉണ്ടാവും. ഒരു ആനിമൽ എക്സ്പെരിമെന്റ്സ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു വെറ്റിനറിയന്റെ ആവശ്യമാണ് അല്ലേ. ഇനി സയന്റിസ്റ്റ് ഇൻചാർജ്, ആരാണോ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻചാർജ്, അതായത് അവർ എക്സ്പെരിമെന്റ് ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷൻ ഇൻചാർജ് അവരും ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇനി അഡീഷണൽ AEC മെമ്പേഴ്സ്, ഇത്രയും പേര് ക്രൂഷ്യലാണ്, ഇത്രയും പേര് നിർബന്ധമായിട്ട് വേണം. ആരൊക്കെ? ബയോളജിക്കൽ സയന്റിസ്റ്റ്, 2 സയന്റിസ്റ്റുകൾ, വെറ്റിനറിയൻസ്, സയന്റിസ്റ്റ് ഇൻചാർജ് അത്യാവശ്യമാണ്. പിന്നെ അഡീഷണൽ IEC മെമ്പേഴ്സ് നമുക്ക് വേണം. അത് എക്സ്റ്റേണൽ സയന്റിസ്റ്റ്, പുറത്തുനിന്ന് ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കൊരു സയന്റിസ്റ്റ് വരാം. ഒരു നോൺ സയന്റിഫിക് മെമ്പർ, അതായത് ഇപ്പം സോഷ്യലി അവെയർ ആയിട്ടുള്ള, അതായത് നമുക്ക് നോർമലി ഇപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ ആകാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു നല്ല മനുഷ്യനാകാം, ആര് വേണമെങ്കിലും ആകാം. അവർക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, മനസ്സിലാവുന്ന ഒരാളായിരിക്കണം. ആൻഡ് കമ്മിറ്റി റെപ്രസെന്റേറ്റീവ്, ഒരു കമ്മിറ്റി റെപ്രസെന്റ് ചെയ്യാനായിട്ട്
നോമിനി ആവശ്യമാണ്. സ്പെഷ്യലിസ്റ്റ് വേണമെങ്കിൽ ആകാം. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു മരുന്നിനെ പറ്റി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകും. അപ്പോൾ മരുന്നുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നിർബന്ധമാണ്, ഇത് പഠിച്ചേ പറ്റൂ. ഇനി ബ്രീഡിങ് ആൻഡ് സ്റ്റോക്കിംഗ് ഓഫ് ആനിമൽ. സോ നമ്മൾ ബ്രീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പട്ടിക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ബ്രീഡിങ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ മൃഗങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന കൂടുതലിടുന്നതിനൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡെഫിനേഷൻ. ആനിമൽ ബ്രീഡിംഗ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ആനിമൽ സയൻസ് അഡ്രസ്സിംഗ് ഇവാലുവേഷൻ ഓഫ് ജനറ്റിക് വാല്യൂ ഇൻ ലൈഫ് സ്റ്റോക്ക്. അതായത് ഇത് ഡെഫിനേഷനാണ്. അതുപോലെ പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാക്സിമം പഠിച്ചു വെക്കുക. ബേസിക്കലി ആനിമൽ ബ്രീഡിംഗ് എന്ന് പറയുന്നതാണ് ഒരു ആനിമൽ സയൻസിന്റെ ബ്രാഞ്ചാണ്. ഇവിടെ നമ്മൾ ഒരു ജനറ്റിക് വാല്യൂ, അതായത് ഒരു ജീവനുള്ള വസ്തുവിൽ ജനറ്റിക് വാല്യൂ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ്. സോ പേർപ്പസ് പറയുവാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നത്? സോ ബേസിക്കലി ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഡിസൈറബിൾ ട്രൈറ്റ്സ്, ഇപ്പോൾ എക്സാമ്പിൾ പൂച്ചക്കുഞ്ഞ് നമുക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പേർഷ്യൻ കാറ്റുകളെ തന്നെ നമുക്ക് ബ്രീഡ് ചെയ്യണമെങ്കിൽ നമുക്കത് സെലക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യണം? ആനിമലിനെ എടുത്ത് നമ്മൾ സൂപ്പർവൈസ് ചെയ്ത്, അതായത് സൂപ്പർവൈസർ എസ്റ്റിമേറ്റ് ബ്രീഡിംഗ് വാല്യൂ, EBV എന്ന് പറയും കേട്ടോ. അതായത് നമുക്ക് ആവശ്യമുള്ള, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് പൂച്ചകൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബ്രീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പല വെറൈറ്റി വരും. പക്ഷെ നമുക്ക് അതല്ല ആവശ്യം. ചിലപ്പം നമുക്ക് വേണ്ടത് 2 പൂച്ചകളിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്റ്റീവായിട്ട് നമുക്ക് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ബ്രീഡിംഗ് വാല്യൂ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബ്രീഡിങ് നമുക്ക് അത്യാവശ്യമാണ്. ഇനി സയന്റിഫിക് അപ്രോച്ച് പറയുവാണെങ്കിൽ ബേസിക്കലി നമുക്ക് ക്വാളിറ്റേറ്റീവ് ജെനറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മോളിക്കുലർ ജെനറ്റിക്സിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയന്റിഫിക് അപ്രോച്ച് ഉണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് മാത്രമേ ഉള്ളൂ. സോ ബേസിക്കലി ഗോൾ എന്താണ്? നമുക്ക് ആവശ്യമുള്ള ജീൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ജനറേഷന് വേണ്ടി നമുക്ക് സ്പെസിഫിക് ആയി ജീൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ബ്രീഡിങ്ങും സ്റ്റോക്കിങ്ങും നമുക്ക് അത്യാവശ്യമാണെന്നുള്ളതാണ്. ഇനി ബ്രീഡിങ്ങും ട്രേഡിങ്ങും ചെയ്യണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ കാണുന്ന പോലെ വെറുതെ കടയും തുറന്നു വെച്ച് പൂച്ചക്കുഞ്ഞുങ്ങളെ വിൽക്കുകയല്ല ചെയ്യുന്നത്. അതിനും രജിസ്ട്രേഷനൊക്കെ ആവശ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ട്രേഡ് ആനിമൽ എക്സ്പെരിമെന്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു ഓർഗനൈസേഷനോ ഒരു കടക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബ്രീഡിങ്ങും ട്രേഡിങ്ങും ചെയ്യാൻ പറ്റുള്ളൂ. ആപ്ലിക്കേഷൻ ചെയ്യണം. ബ്രീഡർ ആണെങ്കിൽ രജിസ്ട്രേഷന് 60 ദിവസം മുന്നേ, നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 60 ദിവസത്തിന് മുന്നേ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യണം. ആനിമൽ വെൽഫെയർ സ്റ്റാൻഡേർഡ്സ്, അതായത് ഒരു ആനിമലിനെ വളർത്താനും അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ലൈസൻസ് കിട്ടുള്ളൂ. അപ്പം മിനിമം സ്റ്റാൻഡേർഡ്സ് ഇവിടെ ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല 60 ദിവസത്തിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്തിരിക്കുകയും വേണം. ഇനി എക്സ്പെരിമെന്റ്സ് ആണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നതെങ്കിൽ ലോ പർപ്പസ്, അതായത് നിങ്ങൾ എന്ത് എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്, ഏത് അസുഖത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്, ഇനി ചെടീനെയാണോ അല്ലെങ്കിൽ മൃഗങ്ങളെയാണോ മനുഷ്യനാണോ ആരെയാണോ നിങ്ങൾ രക്ഷിക്കാൻ പോകുന്നത്, അതിനെപ്പറ്റി ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ, അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതായത് ഫോർ നോട്ട് ടു ബി പെർഫോം ഫോർ അറ്റൻഡിങ് മാനുവൽ സ്കിൽ എക്സ്പെർട്ട് ഇൻ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു പല്ലീനെ എങ്ങനെ മുറിക്കണം, അല്ലെങ്കിൽ ഒരു പല്ലിനെ എങ്ങനെ കൊല്ലണം, ഒരു പശുവിനെ എങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടല്ല എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത്. പകരം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആവശ്യം, അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം വരാൻ പോകുന്ന എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ അത് ഓക്കെ. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ എലിയിലാണ് ഒരു എക്സ്പെരിമെന്റ് പഠിക്കാൻ പോകുന്നത്, പക്ഷേ എലിയിനകത്തുള്ള ഓർഗൻസിനെ പറ്റി എനിക്ക് അറിയില്ല. അപ്പം എന്തിനാണ് എനിക്ക് എലിയിനകത്തുള്ള ഓർഗൻസിനെ പഠിക്കണമെങ്കിൽ ഇങ്ങനെ കൊന്നേ പറ്റൂ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എങ്കിൽ ഓക്കെ. പക്ഷെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? മാനുവൽ സ്കില്ല് അല്ലെങ്കിൽ ഒരു കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടിയൊന്നും പഠിക്കാനായിട്ട് പാടില്ല. ഇനി പബ്ലിക് ഡെമോൺസ്ട്രേഷൻ ആണ്. ഈ എക്സ്പെരിമെന്റ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാരെ ഒന്നും അങ്ങനെ പബ്ലിക്കായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, കാണിച്ചൊന്നും കൊടുക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ്. ഇനി ട്രാൻസ്ഫർ ആൻഡ് അക്വിസിഷൻ ഓഫ് ആനിമൽസ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് മൃഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തു നിന്ന് മറ്റൊരു കൊണ്ടുപോകണം. ട്രാൻസ്ഫർ ചെയ്യുന്നത് രജിസ്റ്റേർഡ് എസ്റ്റാബ്ലിഷ്മെന്റുകാർക്ക് മാത്രമേ പറ്റുള്ളൂ, നോൺ രജിസ്റ്റേർഡുകാർക്ക് പറ്റത്തില്ല. രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. വെൻഡർ ഇവാലുവേഷൻ, അത് ക്വാളിറ്റി ഉള്ള വെൻഡർ ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി വെറ്റിനറി ഇവാലുവേഷൻ, അതായത് ഒരു രജിസ്റ്റേർഡ് വെറ്റിനറി പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഈവൻ റിസർച്ചിന് പോലും ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എക്സ്പെരിമെന്റ് ഉപയോഗിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യണം, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വെറ്റിനറി വന്നിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ കമ്മിറ്റിക്ക് ഏതായാലും വെറ്റിനർ ഉണ്ട്, അയാൾ പുള്ളിക്കാരൻ പറയാം നല്ല ആനിമലാണ്, കുഴപ്പമില്ല എടുത്തുള്ളൂ എന്ന് പറയുവാണെങ്കിൽ ഓക്കെ എടുക്കാം. ലോഫുൾ അക്വിസിഷൻ ഉണ്ട്. ആനിമൽ മസ്റ്റ് ബി അക്വയർഡ് ലോഫുള്ളി. നിങ്ങൾ നിയമപരമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മൃഗങ്ങളെ വാങ്ങാനും കൊടുക്കാനും ഒക്കെ പാടുള്ളൂ. ലീഗൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടാണ്. ഇല്ലീഗലായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും മൃഗങ്ങളെ വാങ്ങാനോ കൊടുക്കാനോ പാടില്ല.
ഇനി ആനിമൽ ട്രാൻസ്പോർട്ടേഷൻ റെക്കോർഡ്സ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ അതായത് അവർക്ക് ഫുഡ്, വാട്ടർ, വെന്റിലേഷൻ, സ്പേസ്, അതായത് അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കാതെ ഒരു കാരണവശാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. റെക്കോർഡ് കീപ്പിംഗ്, അവർക്ക് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ആരാണ് കസ്റ്റഡി വെക്കുന്നത്, ആരാണ്, എത്ര മൃഗങ്ങൾ, എത്ര വെയിറ്റ്, അങ്ങനെയുള്ള റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിപ്പോർട്ടിംഗ് ആണ്. ലബോറട്ടറീസ് നിർബന്ധമായും കമ്മിറ്റിനെ അറിയിച്ചിരിക്കണം എത്ര മൃഗങ്ങൾ കൊണ്ടുവന്നു, എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണം കൊണ്ടുപോകുന്നു എന്നുള്ളത് പ്രോപ്പർ ഫോർമാറ്റിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പവർ ടു സസ്പെൻഡ് ഓർ റിവോക്ക് രജിസ്ട്രേഷൻ. ഇപ്പം ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു നിയമം തെറ്റിക്കുന്ന ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സസ്പെൻഡ് ചെയ്യും, ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് വയലേഷൻ. അതായത് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റൂള് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും, അപ്പം തന്നെ വേറെ നോക്കത്തൊന്നുമില്ല, സസ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് വൺ ഈസ് ഹിയറിംഗ് ആണ്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു തരത്തിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കണം ആ മൃഗങ്ങൾ എന്തിട്ട് അവിടെ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ള ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യത്തിനെ പറ്റി അവെയർ ആവാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയാൽ നിർബന്ധമായും റിവോക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആക്ഷൻ എടുക്കുന്നത് എപ്പോഴും കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. എന്ത് ശിക്ഷ കൊടുക്കണം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, റിവോക്ക് ചെയ്യണോ, സസ്പെൻഡ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് എന്നുള്ളതാണ്. ഒഫൻസ് അണ്ടർ ആണ് പറയാൻ പോകുന്നത്. ബേസിക്കലി എക്സിബിറ്റിംഗ് ഓർ ട്രെയിനിങ് അൺരജിസ്റ്റേർഡ് പെർഫോമിംഗ് ആനിമൽ, അതായത് രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ റെക്കോർഡ് കീപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അടക്കുവാണെങ്കിൽ അത് ഒഫൻസ് ആണ്. ഇനി ബേസിക്കലി സ്പെസിഫിക് പേർപ്പസ്, നമ്മുടെ ആവശ്യമില്ലാതെ മൃഗങ്ങളെ ട്രെയിനിങ് ചെയ്യുന്നതോ കൊല്ലുകയോ ചെയ്യുവാണെങ്കിലും പ്രശ്നമാണ്. അതായത് നോട്ടിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ അറിയിക്കാതെ ആനിമലിനെ ഉപയോഗിക്കുവാണെങ്കിലും പ്രശ്നമാണ്. പിന്നെ അതുമാത്രമല്ല ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണ്, റെക്കോർഡ് പ്രോപ്പർലി കീപ്പ് ചെയ്തിട്ടില്ല, അതും പ്രശ്നമാണ്. അത് മാത്രമല്ല രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതും പ്രശ്നം തന്നെയാണ്. ഇനി പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പർ രീതിയിൽ നിങ്ങൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പർലി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മൃഗങ്ങളെ ഒന്നും ഒരു രീതിയിലും ഉപയോഗിക്കാൻ പാടില്ല. ദാറ്റ് മീൻസ് ലൈസൻസ് വേണം അല്ലെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അത് ചെയ്യുന്ന ആൾ, പെർഫോം ചെയ്യുന്ന ആൾ രജിസ്റ്റേർഡ് ആയിരിക്കണം, കമ്മിറ്റി നോട്ടിഫൈ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ഇനി പെനാൽറ്റി ആൻഡ് വയലേഷൻ ആണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഒഫൻസ് ചെയ്താൽ 500 രൂപയാണ് കേട്ടോ, വെറും 500 രൂപ. എന്ത് ചെയ്യാനല്ലേ, മൃഗങ്ങളല്ലേ. വെറും 500 രൂപയാണ് പണിഷബിൾ ആയിട്ടുള്ള ഫൈന് പറയുന്നത്. പിന്നെ 3 മാസം വരെ ജയിലിൽ കിടക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 3 30 ആക്കണമായിരുന്നു. സോ 3 മാസം വരെ ജയിലിൽ കിടക്കാം എന്നുള്ളതാണ്. മേ ബി 2 ഒരുമിച്ചും വരാം. നമ്മൾ പോയിസൺ ആക്ടിലൊക്കെ പറഞ്ഞതുപോലെ 2 ഒരുമിച്ച് വേണമെങ്കിലും പറയാം. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്. ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ചാർജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിലായിരിക്കും വരിക. അതും പണിഷ്മെന്റ് അക്കോർഡിംഗ് ടു ദ കമ്മിറ്റിയാണ് തീരുമാനിക്കുക. അപ്പോൾ എളുപ്പമാണ്, ഒന്നുമില്ല കേട്ടോ. ശ്രദ്ധിക്കണം, 500 രൂപ ഫൈന്, 3 മാസത്തെ പെനാൽറ്റി എന്നുള്ളത് ശ്രദ്ധിക്കാം. ബാക്കി ഒഫൻസ് അണ്ടർ ആക്ട് പഠിക്കുക കേട്ടോ, അത് മാത്രമേ വേണ്ടൂ. പിന്നെ IAC പഠിക്കുക, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക്കൽ കമ്പനിയെ പറ്റി പഠിക്കുക, അതിന് ആരൊക്കെ ഉണ്ട് എന്നുള്ളതും പഠിക്കുക. അത് ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ. നല്ല ക്ലാസ് വായിക്കുക, റെഫറൻസോട് കൂടെ വായിക്കുക. താങ്ക് യു.